എൻ്റെ പേര് ഭവിഷ എന്നാണ്. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പാൽ കപ്പയാണ്. അതിന് കപ്പ ആവശ്യമുള്ള കപ്പ എടുത്തിട്ടുണ്ട്, ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്, നല്ല ജീരകം, കടുക്, കുരുമുളക്, വറ്റൽമുളക്, ആവശ്യത്തിന് ഉപ്പ്, ഒരു ഉള്ളി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കപ്പ വൃത്തിയാക്കിയിട്ട് നമുക്ക് കുക്കറിലിടാം. അതൊന്ന് വേവാൻ വയ്ക്കാം നമുക്ക്. അതിനുശേഷം തേങ്ങ നമുക്ക് തിരുമ്മിയെടുക്കണം. ജീരകം കൂട്ടിയാണ് നമ്മൾ തിരുമ്മുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുരുമുളകും മിക്സിയിലിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മിക്സ് ചെയ്തെടുക്കാം. ജീരകവും തേങ്ങയും ഈ കുരുമുളകും കൂടി മിക്സിയിലിട്ടിട്ട് നമുക്ക് മാറ്റി വെക്കാം. നമ്മളെ കപ്പ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളതിലേക്ക് പച്ചക്കുരുമുളക് അരച്ചിട്ടുള്ള തേങ്ങാപ്പാൽ എടുത്തതാണ്. അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജീരകവും ഉള്ളിയും എല്ലാം കൂടെ ഉള്ള പച്ചക്കുരുമുളക് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് എരിവ് അങ്ങനെ ആവശ്യമില്ലെങ്കിൽ നമ്മൾ അതെടുക്കേണ്ട ആവശ്യമില്ല. ഇതിനെ ഒന്ന് നല്ലോണം തിളച്ച് കുറുകി വരണം. നമ്മളിതാ വറവിടാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, കടുക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. നമ്മൾ കുറുക്കി വെച്ച പാൽക്കപ്പയിലേക്ക് നമുക്കത് നമ്മൾ നല്ല ടേസ്റ്റുള്ള പാൽക്കപ്പ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാവുന്നതാണ്. കുറച്ച് ചോറിൻ്റെ കൂടെ നമ്മളെടുത്ത് ഇത് കപ്പ ഇത്രേ